നമസ്കാരം. പലപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്തുകൊണ്ട് ചില സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. സന്തോഷം തരുന്ന നല്ല കാര്യങ്ങളും ദുഃഖം തരുന്ന മോശം കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതിൽ പലപ്പോഴും ദുഃഖം തരുന്ന മോശം കാര്യങ്ങളായിരിക്കും കൂടുതലായി സംഭവിക്കാറുള്ളത് എന്ന് മാത്രം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്? എങ്കിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും അതിൽ നിന്ന് പൂർണ്ണമായും, ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു, പൂർണ്ണമായും മോചനം ലഭിക്കുന്നതിനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള 100% യുക്തിഭദ്രമായതും പ്രായോഗികമായതുമായ മാർഗങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പൂർണ്ണമായും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കർമ്മഫലത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഉപകാരപ്പെടും, തീർച്ചയാണ്. ശ്രീബുദ്ധന്റെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ശ്രീബുദ്ധൻ പറയുന്നു, താൻ ചെയ്തതായിട്ടുള്ള ദുഷ്കർമ്മം അതേ അളവിൽ തന്നെ തന്നിലേക്ക് തിരിച്ചെത്തുന്നത് വരെ ആ വിഡ്ഢി വിചാരിക്കുന്നു താൻ ചെയ്ത കർമ്മം തേൻ പോലെ മധുരമുള്ളതാണ് എന്ന്. എന്നാൽ അത് കാർമിക്കലി മച്വേർഡ് ആകുന്ന സമയത്ത് പറയാൻ പറ്റാത്തത്ര ദുരിതത്തിലേക്ക് അവൻ വീഴുന്നു എന്നാണ് ബുദ്ധൻ പറയുന്നത്. ശരിക്കും അതാണ് ലോ ഓഫ് കർമ്മ അഥവാ കർമ്മ നിയമം എന്ന് പറയുന്നത്. ഹിന്ദുയിസം, സിഖിസം, ജൈനിസം, ബുദ്ധിസം എന്നീ 4 മതസ്ഥരും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു നിയമമാണ് കർമ്മ നിയമം അഥവാ ദ ലോ ഓഫ് കർമ്മ എന്നത്. എന്നാൽ മറ്റ് പല മതസ്ഥർക്കും ഇതിൽ പൂർണ്ണമായി വിശ്വാസമില്ലെങ്കിലും അവർക്ക് ഇതിനോട് ചേർത്ത് പിടിക്കാവുന്ന മറ്റൊരു നിയമമുണ്ട്. അതാണ് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം ഒന്നു തന്നെയാണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ കാരണവും അതിൻ്റെ ഫലവും എന്നാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ കർമ്മ നിയമം എന്ന് പറയുന്നത്? കർമ്മ നിയമം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് അതേപോലെ തന്നെ തിരിച്ചു ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രത്യാഘാതമുണ്ട്, അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ പ്രതിഫലിച്ചിരിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രീബുദ്ധൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അത് മറ്റാർക്കും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റും പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ സംഗതിക്കും പ്രതിഭാസത്തിനും ഓരോ കാരണമുണ്ട്. ആ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നതാണ്. വളരെ ലളിതമായ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഞാൻ നന്നായി പഠിച്ചില്ല, അതുകൊണ്ട് എക്സാമിൽ തോറ്റുപോയി. ഇതിൽ കാരണം എന്താണ്? ഞാൻ നന്നായി പഠിച്ചില്ല. റിസൾട്ട് അഥവാ എഫക്റ്റ് എന്താണ്? ഞാൻ തോറ്റുപോയി. അല്ലെങ്കിൽ മഴ നന്നായി പെയ്തു, അതുകൊണ്ട് കളി നടന്നില്ല, കളി മാറ്റിവെച്ചു. നോക്കൂ, അപ്പോൾ ഇവിടെയൊക്കെ കോസും ഇഫക്റ്റും മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ കാര്യമായ എന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എൻ്റെ ജോലി നഷ്ടമായി. ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പറയുന്നു, ചിന്തകളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ നമ്മൾ ഓരോരുത്തരും എന്താണോ ചെയ്യുന്നത് അതിനൊത്ത പ്രതികരണം അതേ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് കർമ്മ നിയമവുമായി വളരെ യോജിച്ച് നിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന്, ഞാൻ ഫൈനാൻഷ്യലായ ഒരു ക്രൈമിലായിരുന്നു ഏർപ്പെട്ടിരുന്നതെങ്കിൽ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലമായിട്ടായിരിക്കാം വരുന്നത്, ആരോഗ്യ പ്രശ്നമായിട്ടായിരിക്കാം വരുന്നത്. എന്തായാലും അത് ഏത് രൂപത്തിലായിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. പക്ഷേ അത് ഏതെങ്കിലും രൂപത്തിൽ വന്നിരിക്കും എന്ന് തന്നെയാണ് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പറയുന്നത്. പതഞ്ജലി മഹർഷി പറയുന്നു, ജന്മത്തിന് കാരണമായിട്ടുള്ള കർമ്മഫലം ഈ ജന്മത്തിലോ വരുന്ന ജന്മത്തിലോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പല പല ജന്മങ്ങളിലായിട്ടോ നമ്മൾ അനുഭവിച്ചിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പതഞ്ജലി മഹർഷി ഇവിടെ സൂചിപ്പിച്ച പുനർജന്മം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ മതങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മതസ്ഥർക്കും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ചില റിസർച്ചുകൾ, പ്രത്യേകിച്ച് സൈക്കോളജിയിലും ന്യൂറോ സയൻസിലും നടന്നിട്ടുള്ള ചില റിസർച്ചുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആളുകൾക്ക് ദ ലോ ഓഫ് കർമ്മയിലുള്ള വിശ്വാസം
അവരെ പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കർമ്മ നിയമം അല്ലെങ്കിൽ ദ ലോ ഓഫ് കർമ്മ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ഒരുവിധം ശരിയാണെന്ന സൂചനകൾ മിക്കവാറും എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ഖുറാനിൽ പറയുന്നു, താൻ ചെയ്യുന്ന കർമ്മത്തിനുള്ള പ്രത്യുപകാരവും പ്രതിഫലവും അതേ കണക്കിന് തന്നെ തനിക്ക് ലഭിച്ചിരിക്കുമെന്ന്. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും ആരെയും വിധിക്കാതിരിക്കുവിൻ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അപലപിക്കുകയും ചെയ്യാതിരിക്കുക, എങ്കിൽ മറ്റുള്ളവർ അത് നിങ്ങളോടും ചെയ്യില്ല. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളും ക്ഷമിക്കപ്പെടും. നിങ്ങൾ വിതയ്ക്കുന്നതെന്തോ അതേ നിങ്ങൾ കൊയ്യുകയുള്ളൂ എന്നൊക്കെ. ഇത് ലോ ഓഫ് കർമ്മയാണ്, അല്ലെങ്കിൽ ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ആണ്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നു, ഒരാളുടെ കർമ്മം എങ്ങനെയാണോ അയാൾ അതനുസരിച്ച് ആയിത്തീരുന്നു എന്ന്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതായി വരുന്നുവെന്നും മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോശമായി വരുന്നുവെന്നും. ഈ നല്ല കാര്യങ്ങൾ മോശം കാര്യങ്ങൾ എന്ന് പറയുന്നത് ശാരീരികമായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, മറിച്ച് ചിന്തകൾക്ക് പോലും പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്ന സമയത്ത് ചെയ്ത കർമ്മം എന്നത് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? സതുദ്ദേശത്തോടെയാണോ അത് ചെയ്തത്, അതോ ദുരുദ്ദേശത്തോടെയാണോ അത് ചെയ്തത് എന്നതാണ് കർമ്മ ശരിക്കും നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇതിൽ നിന്നൊക്കെ നാം എന്താണ് ശരിക്കും മനസ്സിലാക്കുന്നത്? നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കണം എന്നല്ലേ? വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അരുതാത്തതായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നീ ആരെയും കുറ്റപ്പെടുത്തണ്ട, ദൈവത്തെയും കുറ്റപ്പെടുത്തണ്ട, പകരം സ്വന്തം പ്രവൃത്തിയെ വിലയിരുത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം ചിന്തിക്കുക എന്ന്. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് കർമ്മഫലങ്ങളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ലഘൂകരിക്കാം എന്നതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ആർജിച്ചതായിട്ടുള്ള നെഗറ്റിവിറ്റിയുള്ള കർമ്മഫലങ്ങൾ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ കഴിയും? അതിൽ ഒന്നാമത്തെ കാര്യം ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണ് എന്നാണ്. നമ്മളിലേക്ക് തന്നെ നോക്കണം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു? മെഡിറ്റേറ്റ് ചെയ്യുക, സൈലൻ്റ് ആയിരിക്കുക, എന്നിട്ട് സ്വയം വിശകലനം ചെയ്യുക. താൻ ചെയ്ത പുണ്യ പാപ പ്രവൃത്തികൾ അന്വേഷിക്കുക. കഴിയുന്നതാണ് എങ്കിൽ അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് ഗുഡ് ഡീഡ്സ് എന്നാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തെ തിരുത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക. ധാർമ്മികമായിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് സത്യസന്ധമായി ചെയ്യുക, നുണ പറയാതിരിക്കുക, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട അംഗീകാരം പിടിച്ചെടുക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം തുടർന്നങ്ങോട്ട് ചെയ്യുക. ഓർമ്മിക്കുക, ഇന്നലകളിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ നമ്മൾ ചെയ്തതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിൻ്റെ ഫലം, ഇന്ന് അല്ലെങ്കിൽ ഇന്ന് മുതൽ ചെയ്യുന്ന നല്ല കാര്യത്തിൻ്റെ ഫലങ്ങൾ നാളുകളിൽ നമ്മളിലേക്ക് തിരിച്ചു വരും. അതാണല്ലോ കർമ്മ നിയമം എന്ന് പറയുന്നത്. ശരിയല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത മോശം കാര്യത്തിൻ്റെ മോശം ഫലങ്ങൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന, ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്ന നല്ല കാര്യത്തിൻ്റെ ഫലങ്ങൾ നമ്മൾക്ക് ഉടനെ തിരിച്ച് നമ്മളിലേക്ക് വന്നല്ലേ പറ്റുള്ളൂ, നല്ലതായിട്ട് തന്നെ. കർമ്മഫലത്തെ മായ്ച്ചു കളയാനുള്ള മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാർഗം ഷോ മേഴ്സി ടു അതേഴ്സ് എന്നാണ്. ആരെയും ഹർട്ട് ചെയ്യാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറാതിരിക്കുക, കാരുണ്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. അതിപ്പോൾ മനുഷ്യരോട് മാത്രമല്ല, പക്ഷി മൃഗാദികളോട് പോലും കരുണയോടെ പെരുമാറുക. ഇതൊക്കെ മോശം കർമ്മഫലത്തെ നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളയും, നല്ല കർമ്മഫലം ലഭിക്കാനിടയാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മളുടെ മോശകർമ്മങ്ങൾ മായ്ച്ചു കളയാനുള്ള നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ധനം കൊണ്ട് മാത്രമല്ല, ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം വെച്ചു കൊടുക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നെഗറ്റീവായിട്ടുള്ള കർമ്മഫലങ്ങൾ നമ്മളെ വിട്ടുപോവുകയും പോസിറ്റീവ് കർമ്മഫലം നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അഞ്ചാമത്തതും അവസാനത്തതുമായ മാർഗമാണ് യൂസ് ദ ലോ ഓഫ് ഫോർഗീവ്നെസ് എന്നത്. എന്ന് വെച്ചാൽ ക്ഷമിക്കാൻ പഠിക്കുക എല്ലാവരോടും.
നമ്മളോട് വലിയ വലിയ തെറ്റുകൾ ചെയ്ത ധാരാളം ആളുകളുണ്ടാവും. എന്നാൽ അവരെയും അവരുടെ ആ പ്രവൃത്തികളെയും മനസ്സിൽ കൊണ്ടു നടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. കാരണം അവരെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരെക്കാൾ നമുക്കാണ് കാർമിക്കലി ഉണ്ടാവുക എന്നുള്ളതാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മളുടെ തെറ്റുകളും സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് ക്ഷമിച്ചു തരുമെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മളും ക്ഷമിക്കപ്പെടും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ കർമ്മത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആരെയും വില കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാവരോടും ദയവ് കാണിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? പക്ഷി ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പുകളെ തിന്നുന്നു, എന്നാൽ അതേ പക്ഷി ചത്തു കഴിഞ്ഞാൽ ഉറുമ്പുകൾ ആ പക്ഷിയെ തിന്നു തീർക്കുന്നു എന്ന്. സമയവും സാഹചര്യവും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും വില കുറച്ച് കാണാതിരിക്കുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ പവർഫുൾ ആയിരിക്കാം, പക്ഷേ സമയമെന്ന് പറയുന്നത് നിങ്ങളെക്കാൾ പവർഫുള്ളാണ്. കേട്ടിട്ടില്ലേ, ഒരു വൃക്ഷം കൊണ്ട് ലക്ഷക്കണക്കിന് തീപ്പെട്ടി കമ്പുകൾ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ ഒരു തീപ്പെട്ടി കൊമ്പുണ്ടെങ്കിൽ ആ വൃക്ഷങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലതിലൂടെ മാത്രം തുടർന്നങ്ങോട്ട് സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള മാർഗം. ഇത്തരത്തിൽ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ജീവിത അനുഭവങ്ങളുമൊക്കെ, ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.